ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ മാത്രമല്ല, വളരെ കുറച്ച് നമ്മുടെ പുറത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് വീക്ക് ഡേ ആണ്. വീക്ക് ഡേ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യമായിട്ട് പുറത്തിറങ്ങേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ പുറത്ത് പോവുകയും ഒരു മിനി പർച്ചേസും അതുപോലെ തന്നെ ഒരു പുറത്ത് പോയി ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് അടി പരിപാടിയും ഒക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരു ഔട്ടിംഗ് വ്ലോഗ് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് വ്ലോഗ് എന്നൊക്കെ പറയാം. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് റെഡിയാക്കിയിരുന്നത് ഇടിയപ്പമായിരുന്നു. ഇടിയപ്പവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റും അതുപോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ലഞ്ച്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചയൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോയിട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇടിയപ്പമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഇടിയപ്പം, പിന്നെ തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ വെച്ചിട്ട്, പിന്നെ ഡ്രൈ ആയിട്ടാണ് നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തേങ്ങാപ്പാലോ അതുപോലെ തന്നെ വെള്ളമോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മുട്ട റോസ്റ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തിരുന്നത് കിവിയാണ്. അപ്പോൾ സാറായുടെയും സൈറായുടെയും ഒക്കെ ഫേവറേറ്റ് ആയിട്ട് അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരത് കഴിച്ചു. അതിനുശേഷം നമ്മളിതാ ലഞ്ച് വളരെ ധൃതിയിൽ വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നും കാണിക്കുന്ന പോലെ കാര്യമായിട്ടുള്ള ഒരു ലഞ്ചും വിശേഷം ഒന്നും കാണിക്കുന്നില്ല. കാരണം നമുക്ക് ഒന്ന് പുറത്ത് പോകേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ ചോറ് ഞാൻ കിച്ചണിൽ വെച്ച് തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഞാൻ വിളമ്പി ടേബിളിൽ കൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടി കഴിക്കാനുണ്ടായിരുന്നത് ചോറ്, പിന്നെ നമ്മുടെ ബീൻസ് തോരൻ, പിന്നെ കഴിഞ്ഞ ദിവസത്തെ പാവയ്ക്ക തീയൽ നമ്മൾ വെച്ചപ്പോൾ കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചട്ടിയിൽ തന്നെ വെച്ചിരുന്നു. അപ്പോൾ പാവയ്ക്ക തീയലെന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ നമ്മൾ ചോറിലെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ. അപ്പോൾ വെച്ച ദിവസത്തിനേക്കാളും ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക തീയലെന്ന് പറയുന്നത്. ചട്ടിയിൽ തന്നെ വെച്ചിട്ട് അതിൽ തന്നെ ഇരുന്ന് ഒന്ന് ചൂടാക്കി വറ്റിച്ചൊക്കെ എടുത്തപ്പോഴത്തേനും കുറച്ച് കൂടുതൽ ടേസ്റ്റായി. പിന്നെ ഈ പാവയ്ക്ക തീയലെന്ന് പറയുമ്പോഴത്തേനും വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. പിന്നെ നമ്മൾ തീയൽ കുറേ നേരം റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കയ്പ്പ് രസമൊന്നും നമുക്ക് അറിയാറില്ല. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോൾ നമ്മൾ ഒരു മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കുറച്ച് കഴിച്ചു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മളിതാ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഇനി പുറത്ത് പോകുമ്പോഴത്തേനും നമുക്ക് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒറ്റ ഇറക്കത്തിൽ നമ്മൾ പല കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. നമ്മളിതാ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അത്യാവശ്യം പുറത്തെന്ന് പറയുന്ന ഒരു 48 ഡിഗ്രി എങ്കിലും ചൂടാണ്. അപ്പോൾ ഭയങ്കര ചൂടാണ്. നമുക്ക് വണ്ടിയുടെ അകത്തിരുന്നിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ അകത്തിരുന്നിട്ട് ചൂട് ആസ്വദിക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പുറത്ത് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഈ ഒരു മാസങ്ങളിൽ ഭയങ്കര കഷ്ടമാണ്. എന്താണേലും നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നുണ്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്. നമ്മുടെ സോയ ബേബിക്ക് വേണ്ടിയിട്ടുള്ള പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് ചെറിയൊരു മിനി പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് സെൻറ്റർ പോയിൻറ്റിലൊക്കെ പോകണം. അങ്ങനെ അല്ലറ ചില്ലറ ചെറിയ ഷോപ്പിങ്ങും പർച്ചേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അതിനുശേഷം നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഞാൻ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ട്രാവൽ ചെയ്യണം, നമ്മൾ പോവുകയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് അത്യാവശ്യം കുറച്ച് ദൂരെയാണ് നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ പാസ്പോർട്ടിനുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അവിടുത്തെ പ്രോസസ്സിംഗ് ഒക്കെ വളരെ ന്യൂ ബോൺ ആയതുകൊണ്ട് പ്രയോറിറ്റി ഉണ്ടായിരുന്നു. ന്യൂ ബോൺ ആയതുകൊണ്ടും പ്രഗ്നൻറ്റ് ലേഡീസിനും അതുപോലെ തന്നെ മേജർ സിറ്റിസൺസിനും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിഞ്ഞിട്ട് ഇറങ്ങി. അതിന് ശേഷം നമ്മൾ സെൻറ്റർ പോയിൻറ്റിലെത്തി. അവിടെ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു.
പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടയേർഡായി. നമ്മൾ എല്ലാ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് നമ്മൾ ശരിക്കും ടയേർഡായി. ഒരു 5:30, 6 ഒക്കെ ആയപ്പോഴത്തേനും പുറത്ത് ചൂടൊക്കെ അത്യാവശ്യം ഒന്ന് കാമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അത്യാവശ്യം നമുക്ക് വിശപ്പിൻ്റെ ഒരു വിളിയും വന്നു. അപ്പം നമ്മളിന്ന് എന്താ പറയുക, പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ ഓർഡറൊക്കെ ചെയ്തിട്ട് 2 ടൈപ്പ് പിസ്സയാണ് വാങ്ങിച്ചത്. ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ചിക്കൻ ബാർബിക്യൂ പിസ്സയും അതുപോലെ തന്നെ ചിക്കൻ ഡൈനാമിക് പിസ്സയുമായിരുന്നു. അപ്പോൾ ഒരെണ്ണം നമ്മളിതാ ഇപ്പോൾ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിക്കുകയാണ്. ഒരെണ്ണം നമ്മൾ വീട്ടിലേക്ക് പാഴ്സൽ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് നോർമൽ ചിക്കൻ ബാർബിക്യൂ പിസ്സയാണ്. എൻ്റെയും സാറായുടെയൊക്കെ ഫേവറേറ്റ്. ഇവിടെ എന്ന് പറയുന്നത് ഡോഡോ പിസ്സ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ തിൻ ക്രസ്റ്റ് പിസ്സ. പിന്നെ നമ്മളിതാ മാംഗോ ജ്യൂസ്, ഞാൻ മാംഗോ ജ്യൂസും കൂടെ പിസ്സയുടെ കൂടെ കഴിക്കാനായിട്ട്, അത് ഇവിടെ അവൈലബിൾ അല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കുടിക്കുന്നതാണ്. അപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഈ ഡോഡോ പിസ്സ. ദുബായിലുള്ളവർ അറിയാത്തവർ ഒന്ന് ജസ്റ്റ് വന്ന് ട്രൈ ചെയ്യുക, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് നോർമൽ ചിക്കൻ ബാർബിക്യൂ പിസ്സയാണ്. ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ചിക്കനും അതുപോലെ തന്നെ ഓണിയനും മഷ്റൂംസും ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാർബിക്യൂ സോസും ഇതിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ആസ്വദിച്ച് നമ്മളിപ്പോൾ ബാർബിക്യൂ ചിക്കൻ പിസ്സ ലാർജാണ് വാങ്ങിച്ചത്. അത് നമ്മൾ കഴിച്ചിരുന്നു. അപ്പോൾ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളിതാ വേറെ ഒരു പിസ്സ നമ്മൾ വീട്ടിലേക്ക് പാഴ്സൽ എടുക്കുമായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ ആ പാഴ്സൽ എടുത്ത പിസ്സയും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ചിക്കൻ ഡൈനാമൈറ്റ് പിസ്സയായിരുന്നു. നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഡൈനാമൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. അപ്പോൾ മക്കൾക്കൊന്നും അധികം ഇത് കഴിക്കാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവർക്കും ചിക്കൻ ബാർബിക്യൂ പിസ്സ തന്നെയായിരുന്നു ഫേവറേറ്റ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈമിൽ അവർക്കും ഈ ഒരു ടൈപ്പ് തന്നെ വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളുടെയൊക്കെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബാർബിക്യൂ പിസ്സ തന്നെയാണ്. അപ്പോൾ ഡൈനാമൈറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പൈസിയാണ്. വലിയവർക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ സ്പൈസി ലവേഴ്സിനൊക്കെ ഇത് ഓക്കെയാണ്. നമുക്കിതത്ര ഓക്കെ അല്ല. കാരണം ആ ഒരു റെഡ് സോസ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ അതിൽ ചില്ലിയും അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. എന്താണേലും മക്കളൊന്നും ഇതധികം കഴിക്കാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരം നമ്മൾ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേനും കുറച്ച് ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിത് ആ ചിക്കൻ ഡൈനാമിക് പിസ്സയും അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കപ്പ വറുത്തതൊക്കെ എടുത്ത് അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ എനിക്കും പേഴ്സണലി അത്ര ഇഷ്ടമൊന്നും പെട്ടില്ല ഈ ഡൈനാമിക് പിസ്സ എന്ന് പറയുന്നത്. പിന്നെ ഇക്കാക്കൊന്നും കുഴപ്പമില്ലാത്തത് കൊണ്ട്, പിന്നെ സ്പൈസ് ലവേഴ്സിനൊക്കെ ഇതാ കുറച്ച് ഓക്കെയാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളിതാ ചൂട് ചായയും അതുപോലെ തന്നെ സ്പൈസി പിസ്സയും കപ്പ വറുത്തതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വൈകുന്നേരത്തെ ടീ ആൻഡ് സ്നാക്ക് ടൈമാണ് നമ്മൾ ഇതിപ്പോൾ. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ കാര്യമായിട്ടുള്ള ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിന്നർ എന്ന് പറയുന്ന വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങോ അതുപോലെ തന്നെ ഫുഡ് കഴിക്കലോ ഒന്നുമില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ പുറത്ത് പോയപ്പോൾ മക്കൾക്ക് വേണ്ടി ചോക്കോ ട്രീറ്റ്സ് എന്ന് പറയുന്ന മിൽക്ക് ആൻഡ് കുറച്ച് ചോക്കോ ചിപ്സ് പോലെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം വൈറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ്സിൻ്റെ കുറച്ച് ചോക്കോ ചിപ്സ് അത് നമ്മളെല്ലാവരും കൂടി മക്കൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അവരത് കഴിച്ചു. അതിനുശേഷം നമ്മുടെ ഡിന്നർ എന്ന് പറയുമ്പോഴത്തേനും ഒരു രാത്രി 10 മണിയൊക്കെ ആയപ്പം നമ്മൾ കുറച്ച് ഗോതമ്പ് പുട്ടും അതിലേക്ക് കുറച്ച് പഴവും കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് അതാണ് നമ്മൾ രാത്രി ഡിന്നറായിട്ട് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.